ഉണ്ടാക്കണമെങ്കിൽ മറ്റേ ഇതുണ്ടോ രാത്രിക്ക് ഉണ്ടാക്കാന്ന് എന്നാലും ഇങ്ങനെ ഇങ്ങനെ കത്തിപ്പോന്ന് കാണാൻ പറ്റും. അങ്ങനത്തെ അല്ലടാ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഒരു അടുപ്പുണ്ടാക്കലാണ് കേട്ടോ. എന്തെടുപ്പാണ് ഇങ്ങനത്തെ അടുപ്പെന്നൊക്കെ നമുക്ക് വഴിയേ കാണാവേ. ഉണ്ടാക്കാൻ കല്ലൊക്കെ എടുത്ത് തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടിയാ. അടുപ്പോ ഈ കാറ്റിങ്ങനെ വീശുമ്പോൾ നീ അങ്ങനത്തെ അടുപ്പുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും കത്ത് പിടിക്കില്ല. ഒരു കാര്യം ചെയ്യാം, മറ്റേ ഇതങ്ങ് ഉണ്ടാക്കിയാലോ, നമുക്ക് റോക്കറ്റ് അടുപ്പങ്ങ് ഉണ്ടാക്കിയാലോ? അത് കണ്ടിട്ടില്ല. അതല്ല, അടുപ്പുണ്ടാക്കിട്ട് റോക്കറ്റ് മേടിച്ചു തന്നിട്ട് അതിന് കത്തിട്ട് റോക്കറ്റല്ല, വേറെ സാധനം. നീ ഉണ്ടാക്കണമെങ്കിൽ മറ്റേ ഇതുണ്ടോ രാത്രിക്ക് ഉണ്ടാക്കാന്ന് എന്നാലും ഇങ്ങനെ കത്തിപ്പോന്ന് കാണാൻ പറ്റും. അങ്ങനത്തെ അല്ലടാ, അത് മുകളിലേക്ക് പോകണമല്ല. കാണിച്ചു തരാം. പിന്നെ ചെടിച്ചട്ടി ഉണ്ടോ? ചെടിച്ചട്ടി ഉണ്ടോ? ചെടിച്ചട്ടി ചെടിച്ചട്ടി വേണം. എന്റെ ചെടിയൊക്കെ പറിക്കേണ്ടി വരും. എല്ലാം കൂടെ ഇപ്പൊ നടക്കുമോ? രണ്ട് ചട്ടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ചെടിച്ചട്ടിന്റെ അടുത്തുണ്ടോ? ചെടിച്ചട്ടി എടുത്താന്നെങ്കിൽ വേറെ ചട്ടി ഉണ്ടാക്കി തരുമോ? അത് നമുക്ക് വേറെ ദിവസം ഉണ്ടാക്കാം. ഉണ്ടാക്കി തരണേ. ചെടിയുണ്ട് എനിക്ക് മാറ്റാൻ വേണ്ടിട്ട്. ചെടി പറിക്കണ്ടേ? ഈ ചട്ടിയൊന്നും ഇതൊന്നും ഞാൻ ഇപ്പൊ പറിക്കൂല. എന്നിട്ടും പോയിട്ട് ഇന്ന് പറിക്കാം. അതിനകത്ത് റോസ് നിൽപ്പുണ്ടല്ലോ. ഇത് ചട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കാത്തതാ. നല്ല റോസ് എവിടെയെങ്കിലും ഒന്ന് വേര് പിടിച്ച റോസ് ഞാൻ ഇത് എവിടുന്ന് കൊണ്ടുവന്നാന്നറിയാവോ? ഇത് മതി നടണം. നോക്കട്ടെ, ചട്ടിയില്ലാത്തതുകൊണ്ട് അതൊക്കെ അതിനകത്ത് തന്നെ. ആ ചട്ടീൻ്റെ അത് ഒഴിവാക്കാം, മണ്ണൊക്കെ. ഇത് പിന്നെ പറമ്പിൽ നിന്ന് വരച്ച് വെച്ച സാധനം ഏതാണ്ട് നമുക്ക് സാധനം ചെടി പറിച്ച മണ്ണോടെയാ പോരാ. ചട്ടി നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ കാര്യമായിട്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ നല്ല ചട്ടിയിൽ ഒരു ചട്ടി പോയി കിട്ടിയിട്ടോ. പോയി കിട്ടിയെന്നല്ല, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ആ ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ചട്ടിയുടെ നമ്മുടെ അവിടെ എന്തൊക്കെയോ വരച്ചും പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഇഷ്ടികയുടെ വലുപ്പത്തിൽ അതിനിങ്ങനെ അവിടെ ഒരു ഇതിങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വിറക് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടികയുടെ വലുപ്പത്തിലുള്ളൊരു സ്പേസാണ് നമുക്ക്, അതായത് ഇഷ്ടികയുടെ നീളത്തിലുള്ള സ്പേസ് ആണ് നമുക്ക് ഒരു വിറക് വെക്കാനുള്ള സ്പേസായിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗം അളന്നിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചെടിച്ചട്ടിയുടെ അടിഭാഗവും ഒരു സൈഡ് ഭാഗവും കൂടെ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇങ്ങനെ കുറെ ആയുധങ്ങളൊക്കെ വീട്ടിലുണ്ട്, എന്തെല്ലാം പരിപാടി നടക്കൂലേ. എടുത്തോണ്ട് പോലെ ആവശ്യമുള്ളതാണേ. അപ്പോൾ ഇത് നമ്മൾ കറണ്ട് കുത്തുന്ന നമ്മുടെ കട്ടർ ഉണ്ടല്ലോ, ആ കട്ടർ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് മുന്നേ ആ വിറകിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അലുക്കുലത്ത് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും.
കണ്ടോ? അപ്പോൾ നമ്മൾ ആ ഇഷ്ടികയുടെ ഒരു അളവിന് അനുസരിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മളെന്തെങ്കിലും ചെറിയ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം അടന്നിങ്ങ് പോരും. അപ്പോൾ അതങ്ങനെ നമ്മളവിടെ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തു. ഇതിനകത്താണ് നമ്മൾ വിറക് വെക്കുന്നത് കേട്ടോ. വിറക് വെക്കാനുള്ളൊരു സ്പേസാണിത്. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എയർ കൊടുക്കുന്നുണ്ട്. എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളും കൂടെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കാവേ. അത്രയും തോളം മതിയോ? ഗ്യാപ്പ് അത് മതിയോ? ഇത് ഇവിടെ വേറെ തോളം ഇടണോ? അതിനകത്ത് അലമാര അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ അളവൊക്കെ എടുത്ത് വരച്ച് അവിടെ ഒരു സ്പേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൂടെ നമുക്ക് എയർ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് പൈപ്പ്, അതായത് എൻ്റെ ഒരു മെഷീൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണിത്. ഇവിടെ ഇങ്ങനെ വെക്കണം. വിറക് കയറിയല്ല, കുറച്ച് വലുതാക്കേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ആയിരിക്കും വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിരിക്കും വിറക് ഇങ്ങനെ വെക്കുക. മനസ്സിലായോ? വിറക് കത്തിയിട്ട് ചാര അടിയിൽക്കൂടെ പോകണം. അതിനാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് കമ്പി കഷ്ണങ്ങൾ വേണം കേട്ടോ. ഒരേ വലിപ്പത്തിൽ ഒരു 4-5 കമ്പി കഷ്ണങ്ങൾ വേണം. അപ്പോൾ അത് നമ്മൾ ഈ അടിയിൽ ആ സ്പേസിൻ്റെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് വിറക് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് ചാരമൊക്കെ കത്തി, വിറക് വെച്ച് ചാരമൊക്കെ കത്തി താഴോട്ട് പോകാനൊക്കെ കണക്കാക്കിയിട്ടാണ് അങ്ങനെ കമ്പി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതിനുള്ളിൽ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നിറയ്ക്കാനുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ഇടുമ്പോൾ ചില ഭാഗങ്ങളിൽ നമുക്ക് കോൺക്രീറ്റ് വേണ്ടല്ലോ. അതായത് നമ്മൾ വിറക് വെക്കാനുള്ള സ്ഥലമൊക്കെ നമുക്ക് ആ ഗ്യാപ്പൊക്കെ ഒഴിവാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ അളവിൽ എന്താ പറയുക, ആ ഇഷ്ടിക ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത ആ ഇഷ്ടിക അതിനകത്ത് കയറുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനുള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. കാരണം ആ സ്പേസ് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇഷ്ടികയൊക്കെ എടുക്കുന്നത്. എന്താ പരിപാടി? അതെന്തിനാ അത് കമ്പി അല്ലേ? 3, 1, 4, 5 കമ്പികൾ ഒരേ അളവിൽ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ മൊത്തം സിമെന്റ് നിറയ്ക്കും. മനസ്സിലായോ? ഈ കാർബോർഡ് വേണോ? കാർബോർഡ് വേണ്ട, കാർബോർഡ് വെക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബോർഡ് വെച്ചില്ലേ മൊത്തമായി പോവില്ലേ. അപ്പം ചെറിയൊരു ഗ്യാപ്പിലായിരിക്കും നമ്മൾ കത്തിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉണ്ടായി കഴിയുമ്പോൾ അറിയാം. നമ്മളതിന് പാകത്തിനായിട്ടൊരു ഇഷ്ടിക കഷ്ണം ആക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഹോളിൻ്റെ മുകളിൽ ഇങ്ങനെ കമ്പി അടുക്കി വെച്ചിരിക്കുന്നു. ഇഷ്ടിക വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ കമ്പി അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കമ്പി അടുക്കി വെച്ചതിൻ്റെ 2 സൈഡിൽ സെല്ലോ ടൈപ്പ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഒന്ന് കമ്പി നിരങ്ങി പോകാതിരിക്കാനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ കാർബോർഡിൻ്റെ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാർബോർഡിൻ്റെ ആ റൗണ്ട് വെച്ച് കഴിയുമ്പം അതിൻ്റെ ആ ഗ്യാപ്പിൽ അടിയിലോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ട് സിമെൻറ്റ് ഇറങ്ങിപ്പോവും. അപ്പോൾ അത് ഇറങ്ങി പോവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് 2 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇഷ്ടിക വെച്ച് കഴിയുമ്പം ഇഷ്ടികയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ആ കോൺക്രീറ്റ് താഴോട്ട് കമ്പിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ കമ്പിയും ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഇഷ്ടിക അതുപോലെ ആദ്യം വെച്ചതുപോലെ തന്നെ ഒന്നും കൂടെ അതിനുള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട്
ഈ ഇഷ്ടികയുടെ മുകളിലോട്ടാണ് നമ്മൾ ആ കാർഡ്ബോർഡ് വെച്ച് കൊടുക്കുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതും. സാധാരണ നമ്മുടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതുപോലെ എൻ്റെ അളവൊക്കെ കണക്കാക്കിയിട്ട് റൗണ്ടിൽ ഒന്ന് സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വലിയൊരു ബലം വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഇച്ചിരി സാധാരണ കട്ടിയുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ല ഏത് തരത്തിലുള്ള കാർഡ്ബോർഡ് എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെയുള്ള കാർഡ്ബോർഡ് റൗണ്ടിലെടുത്തിട്ട് നമ്മൾ സെലോ ടേപ്പും കൊണ്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കോൺക്രീറ്റിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം മണലും സിമെൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്നും പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മണലും സിമെൻറ്റും പിന്നെ കുറച്ച് മെറ്റലാണ് എടുത്തിരിക്കുന്നത്, ബേബി മെറ്റലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ആക്കിയിട്ട് അതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അല്ലാതാ പുറകിലിരിക്കുന്നത് ചരല ഇത്രയൊക്കെ ആവശ്യമില്ല. ആദ്യം നമ്മൾ കുറച്ച് ചട്ടിയിലോട്ട് സിമെൻറ്റ് മാത്രം കലക്കി ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിനുള്ള കൂട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് അതിനുള്ളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ കാർഡ്ബോർഡ് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ മണലരിച്ചതിൻ്റെ കുറച്ച് ചരലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ചളുക്കം സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റുള്ള സാധനമുള്ള ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ഒരു സൈഡിലോട്ടൊക്കെ ചെരിഞ്ഞൊക്കെ പോയെന്നാണ് അടുപ്പിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചരലിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലെ ആ കോൺക്രീറ്റ് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുകയാണ് ആ മിക്സ്. എന്നിട്ട് നിറച്ച് ഫുള്ള് ആ ചട്ടിയുടെ മുകളിൽ ആ ലെവലിന് വരെ നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തേച്ച് നല്ല വൃത്തിക്കാക്കി വെക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എടുക്കാൻ പറ്റിയെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് 2-3 ദിവസം ഇരിക്കണം, നന്നായിട്ട് ഉറയ്ക്കണം. ഇടയ്ക്ക് നമ്മൾ വാർക്കയൊക്കെ നനച്ച് കൊടുക്കുന്ന പോലെ ഇത് നനച്ച് കൊടുക്കുകയും വേണം. അങ്ങനെ നനച്ച് 2-3 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്കിത് എടുത്ത് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അടുപ്പൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അതിൻ്റെ ഉള്ളിലെ പേപ്പറൊക്കെ എടുത്ത് കട്ടിങ്സൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു. അപ്പോൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉൾഭാഗമൊക്കെ ഇത് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഈ കമ്പിയൊക്കെ ഉറച്ചിട്ടുണ്ട്. നമ്മുടെ സിമെൻറ്റും കോൺക്രീറ്റൊക്കെ നല്ലോണം ഉറച്ചിട്ടുണ്ട്. നമ്മുടെ എലിപ്പെട്ടിയോ? എലിപ്പെട്ടിയല്ലേ ഇത്, കാറിൻ്റെ ഇതില്ലേ എന്തിനു പറയാ, കാറിൻ്റെ വാക്കം പിടിക്കുന്ന പൊടി വലിക്കുന്ന സാധനം, വാക്കം ക്ലീനർ. അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സാധനം കേട്ടോ. നമ്മൾ ആമസോണിൽ നിന്നൊരു ചെറിയ സാധനം റെഗുലേറ്റർ മേടിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്താ. അപ്പം അതിന് ലിങ്ക് വേണമെങ്കിൽ അവിടെ കൊടുത്താൽ മതി. ഇത് തിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ സംഭവം എന്താണെന്നുള്ള ഏകദേശം എല്ലാവർക്കും പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് അടുത്തായിട്ട് കത്തിക്കാൻ പോകണം കേട്ടോ. നമ്മൾ അടുപ്പുണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇതെല്ലാം നമ്മൾ കത്തിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങളെ കാണിക്കണമല്ലോ. അപ്പോൾ നമുക്ക് വേഗം ഇത് കത്തിക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള വിറകൊക്കെ ഞങ്ങൾ വെക്കുന്നുണ്ട്. വലിയ വിറകൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ കൊള്ളികൾ, അങ്ങനെ ചെറിയ വണ്ണം കുറഞ്ഞ വിറകുകളാണ് ഇതിൻ്റെ അടിയിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് അടി കൂടെ നമ്മൾ വെക്കുക. അതിൻ്റെ മുകളിലും എന്തെങ്കിലും ചിരട്ടയോ ചകിരിയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വാക്യൂം ക്ലീനറിൻ്റെ പൈപ്പ് നമ്മൾ ഈ അടുപ്പിൻ്റെ അടിയിൽ ചെറിയ ഹോള് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനുള്ളിൽ കൂടെ നമ്മൾ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ചേർന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ പൈപ്പാണ്. അത് വിട്ടിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഉരുകിപ്പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാക്യൂം ക്ലീനറിൻ്റെ വയറുണ്ടല്ലോ, അത് നമ്മൾ പ്ലഗിൽ കുത്തി ഓണാക്കി, കറണ്ട് കുത്തിയിട്ട് ഓണാക്കിയിട്ട് നമ്മൾ ആ റെഗുലേറ്ററിൽ കൺട്രോൾ ചെയ്യുമ്പം കാറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ചെറിയ തോതിൽ കൊടുത്തപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തോതിലേ കൊടുത്തുള്ളൂ, അപ്പോൾ തന്നെ ഇത് കത്തുന്നുണ്ടായിരുന്നു. ഒരിക്കലും തീ കെട്ടുപോവില്ല. അപ്പം നമുക്ക് തീ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ കൂട്ടി കൊടുക്കാനും, അപ്പം നല്ല തീയാണ് കത്തുന്നതെന്ന് തോന്നുമ്പോൾ കുറച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നി.
അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റെഗുലേറ്ററിൻ്റെ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ പൊക്കത്തിന് മുകളിൽ അത് ശരിക്കും കത്തി പൊങ്ങും കേട്ടോ. അത്രയ്ക്കും തീയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ തീക്ക് നല്ല ചൂടുമാണ്. നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇന്നിപ്പോൾ നിങ്ങളെ ഒരു ചായ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പാല് കാച്ചൽ എന്നൊക്കെ പറയുന്ന പോലെ അത് ഈ അടുപ്പിൽ ആദ്യത്തെ ഉണ്ടാക്കലാണ്. കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് ചുമ്മാ ഇത് വേണമെന്നൊന്നുമില്ല, പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി അത് കൊണ്ട് വെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ പാത്രം വെച്ചൊരു അധികം നേരം എടുത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളമൊക്കെ വേഗം തിളച്ചു കേട്ടോ. വെള്ളം തിളച്ചപ്പോൾ ഇച്ചിരി ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ പാല് കാച്ചൽ എന്നാണ് പറയുകയാണെങ്കിൽ ഇവിടെ കട്ടൻ ചായ കാച്ചലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ വേഗം തിളപ്പിച്ചെറുതാണ്ട് കണ്ടു. ഇത് പെട്ടെന്ന് തിളച്ചെന്ന് കണ്ടോ. അപ്പോൾ അത് കാരണം നല്ല ചൂടാണ്, അടിയിൽ നിന്ന് നല്ല ചൂടാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് തിളച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കട്ടൻ ചായയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നു കേട്ടോ. അങ്ങനെ അതെല്ലാവർക്കും ഇച്ചിരി ഊറ്റി കൊടുത്തു. അപ്പോൾ അതൊക്കെ എല്ലാവരും കുടിച്ചു കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ സക്സസ്ഫുള്ളായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇനി അഥവാ എല്ലാ ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് രാത്രിയിലൊന്ന് കത്തിച്ച് നോക്കുന്നത്. അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ പോയി പിന്നെയും അടുപ്പ് കത്തിച്ചു കേട്ടോ. അപ്പോൾ രാത്രിയിൽ കത്തിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഇരുട്ടത്തല്ലേ, നല്ല തീയൊക്കെ കത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം കൂട്ടിയിട്ടപ്പോൾ കണ്ടോ ഏകദേശം ഒരാൾ പൊക്കത്തിൽ അത് കത്തുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും വലിയ തീയുടെ ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചിട്ടിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കിത് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് കത്തിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.